പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പാതാളവും നരകവും ഒന്നല്ല. യാക്കോബായ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് കത്തോലിക്ക സഭയായിട്ടൊരു വാഗ്വാദത്തിനോ വിമർശനത്തിനോ ഒന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ ഒരു വീഡിയോ കേട്ടപ്പോൾ നമ്മുടെ ആളുകളത് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പാതാളം എന്ന് പറഞ്ഞാൽ നരകമല്ല. യാക്കോബായ വിശ്വാസം അനുസരിച്ച് സ്വർഗവും നരകവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിക്ക് ശേഷം നാം അനുഭവിക്കാനിരിക്കുന്ന അനുഭൂതികളാണ്, അല്ലെങ്കിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ സ്വർഗീയ സൗഭാഗ്യമാണ് എന്നൊക്കെ അതിന് പറയാം. ഇപ്പോൾ നമുക്ക് ആരും സ്വർഗത്തിൽ പോകുന്നില്ല, ആരും നരകത്തിൽ പോകുന്നില്ല. മരണശേഷം പാതാളത്തിലാണ് പോകുന്നത്. ഒരു കൂട്ടർ വിശുദ്ധന്മാരായിട്ട് നാം ഗണിക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിച്ച് ദൈവ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് പറുദീസയിൽ പോകാം. ഒന്ന് മാനസാന്തരം വന്ന വലതുവശത്തെ കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലിരിക്കും. 2 കൊരിന്ത്യർ 12:2 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗ്ഗം വരെ എടുക്കപ്പെട്ടു. അത് പറുദീസയാണെന്ന് അദ്ദേഹം അവിടെ പറയുന്നു. പഴയ നിയമ വ്യവസ്ഥ പ്രകാരം പാതാളത്തിന് 2 തട്ടുണ്ട്, മേൽത്തട്ടും കീഴ്ത്തട്ടും. മേൽത്തട്ടിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ് മുതലായ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്ഥിതി ചെയ്യും. താഴത്തെ തട്ടിൽ ദുഷ്ടന്മാരായി ജീവിച്ചവരുടെ ആത്മാക്കൾ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കാരണം ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. ലാസർ ഇവിടെ വിഷമിച്ച ജീവിച്ച് അവനെ മാലാഖമാരെ എടുത്തുകൊണ്ടുപോയി പാതാള പറുദീസയിൽ, അതാണ് അബ്രാഹാമിൻ്റെ മടിയെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, ആക്കി. ധനവാന്റെ ആത്മാവ് യാതനാ സ്ഥലത്ത് അല്ലെങ്കിൽ പാതാളത്തിൽ ആണ്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ധനവാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രാഹാമിൻ്റെ മടിയിൽ പാതാള പറുദീസയിൽ ലാസർ ഇരിക്കുന്ന കണ്ടത്. അവരാത്മാക്കളല്ലേ എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഇപ്പോൾ പറയാൻ നമുക്ക് പറ്റില്ല. എങ്ങനെയായാലും ധനവാനത് കാണപ്പെട്ടു, അത് സത്യമാണ്. അതൊരു സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ലാസറിനും അബ്രഹാമിന് ദൈവം കൊടുത്തു കാണും. അത് നമുക്കത് വലിയ രഹസ്യമാണ്, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇപ്പോൾ മത്തായി 18:1 മുതൽ വായിക്കുമ്പോൾ മറുരൂപ സമയത്ത് പത്രോസ് കാണാത്ത മോശയെയും ഏലിയായെയും പത്രോസ് കാണാല്ലേ. അവർ മരിച്ചവരുണ്ട്, അവരുടെ ആത്മാക്കൾ അവിടെ വരികയാണ്. ആത്മാക്കളെങ്ങനെയാണ് പത്രോസ് കാണാൻ പറ്റുന്നത്? അപ്പോൾ ഒരു സൂക്ഷ്മ ശരീരം ദൈവം അവർക്ക് കൊടുത്തു, പത്രോസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒന്നിനെക്കൊന്ന് മോശിക്കുന്ന ഏലിയാവിനെ 3 കൂടാരം ഉണ്ടാക്കാമെന്ന് പത്രോസ് പറയുന്നു. അപ്പം അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എല്ലാം മനസ്സിലാവും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ എല്ലാ പൂർണ്ണതയും നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പഴയ നിയമകാല വിശ്വാസം അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ ഒന്നുകിൽ പാതാളത്തിൽ അല്ലെങ്കിൽ പറുദീസയിൽ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ കത്തോലിക്ക സഭ ഇപ്പോൾ പറയുന്നത് ദുഷ്ടന്മാരെ ജീവിച്ചവരുടെ ആത്മാക്കൾ നരകത്തിൽ പോയി കഴിഞ്ഞു,
കുറേ പേരുടെ ആത്മാക്കൾ പർഗേറ്ററിയിൽ, ദണ്ഡന സ്ഥലത്ത് കുറേ പേരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയി. സ്വർഗമെന്ന് അവർ ഉദ്ദേശിക്കുന്നവർ പക്ഷേ പർദീസ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കാമെന്ന് തോന്നുന്നു. കാരണം വലതുവശത്തെ കളരോട് പർദീസയിൽ പോകുമെന്ന് പറഞ്ഞു, സ്വർഗത്തിൽ പോകുമെന്ന് കർത്താവ് പറഞ്ഞില്ല. എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറയാം. തന്നെയല്ല, യോഹന്നാൻ 14:3 പറയുന്നത്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ അപ്പം നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ് പോണേ, പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വരവിലല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. വളരെ ക്ലിയർ അല്ലേ? തന്നെയല്ല, അന്ത്യന്യായ വിധിയിൽ സംഭവിക്കേണ്ട കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ട് ദുഷ്ടന്മാർക്ക് നരകത്തിലേക്ക് പോയി അവർക്കിനി ഒരിക്കലും രക്ഷയില്ല എന്ന് പഠിപ്പിക്കാൻ അത് ശരിയാണോ എന്ന് എൻ്റെ സംശയം. യാക്കോബ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. 2 കൊരിന്ത്യർ 5:10 പറയുന്നത്, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ മുമ്പായി നിൽക്കേണ്ടതാകുന്നു. എല്ലാവരും നിൽക്കണം. അപ്പോൾ ഈ നരകത്തിൽ പോയവർക്ക് പിന്നെ രക്ഷയില്ലാന്ന് പറയുമ്പോൾ അവരെങ്ങനെ അവിടെ നിൽക്കണേ? അത് ഇച്ചിരി കഠിനമായ ശിക്ഷയായി പോയി. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ നരകത്തിലേക്ക് തള്ളിവിടാനായിട്ട് സഭയ്ക്ക് അധികാരമില്ല. തനതി വിധിയിൽ നമുക്ക് ഒരു ഉദ്ദേശം പറയാനേ പറ്റുള്ളൂ. ദുഷ്ടന്മാർ അവരങ്ങനെ ജീവിച്ച് അവൻ പാതാളത്തിലേ പോകുള്ളൂ. മറ്റെങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് അങ്ങനെ പ്രതീക്ഷയിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ. ഇപ്പം നരകത്തിൽ കുറേ പേര് പോയെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ പാതാളത്തിൽ കിടക്കുന്നവർ കേട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകളെ ക്ഷമിക്കണമെന്ന്. ദണ്ഡന സ്ഥലം അല്ലെങ്കിൽ പർഗേറ്ററി നമുക്കില്ല. ഒരു കണക്കിൽ പർദീസയിലുള്ളവർക്കും പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച അപകടമില്ല. കാരണം അവർ സ്വർഗം പ്രതീക്ഷിച്ച് കഴിയുകയാണ്. അവർക്ക് അവരെ സ്വർഗപ്രാപ്തിക്ക് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അപകടമൊന്നുമില്ല. കർത്താവിൻ്റെ പാവങ്ങൾ ഇവിടെ വെച്ചും അവിടെ വെച്ച് ക്ഷമിക്കാം. പരിശുദ്ധാത്മാവിന് വിരോധമായ പാവം ചെയ്യുന്നവന് ഒരിക്കലും മധുരമില്ല എന്ന് പറയുമ്പോൾ ചില പാവങ്ങളെ കൂടെ മധുരമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കണില്ല. കർത്താവിനെല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ്. ഇപ്പം തന്നെ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവർ ജീവനുണ്ടെങ്കിലും ജീവനില്ലാത്ത രീതിയിൽ അങ്ങനെ അവരെ തള്ളിക്കളയണമെന്ന് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. തന്നെയല്ല, മറ്റൊരു കാര്യം പറഞ്ഞാലോ, ആത്മാവിന് മാത്രമായിട്ട് സ്വർഗമുണ്ടോ? ആത്മാവിന് മാത്രമായിട്ട് സ്വർഗം പ്രവേശിക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. കർത്താവ് പോലെ ഉയർത്തെഴുന്നേറ്റിട്ട് 40 ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തത്. അത് ശരീരത്തോടു കൂടിയാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരം. ആ തേജസ്കരണം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. നരകത്തിൽ തേജസ്കരണം വേണം. ആ തേജസ്കരണം എന്ന് പറയുന്നത് നരകത്തിൽ പോകുന്നവർക്കുള്ള തേജസ്കരണം വളരെ ലോ ആയിരിക്കും. പക്ഷെ തേജസ്കരണം ഇല്ലാണ്ടും പറ്റില്ല. ഈ സ്വാഭാവിക ശരീരത്തിന് സ്വർഗമോ നരകമോ പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം ഈ സ്വാഭാവിക ശരീരം നശിച്ചുകൊണ്ട ശരീരമാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരം ഒരിക്കലും നശിക്കില്ല. അത് അക്ഷയമായ ശരീരമാണ്, ഒരിക്കലും നശിക്കാത്ത ശരീരമാണ്. അതിനാണ് അതിന് തേജസ്കരണം വരുന്നത്. കർത്താവ് രണ്ടാമത് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മളൊക്കെയാണ് പറന്നു പോകും. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴെങ്ങനെയല്ലേ മുകളിലേക്കാണ് പൊക്കിയില്ലേ, അതുപോലെ നമ്മൾ പൊക്കി പോകും. എന്നാൽ കർത്താവിൻ്റെ കാലം ഭൂമിയിലേക്കൊന്നും വരില്ല. സഖറിയ 14:4 പറയുന്നൊക്കെ അത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മാവിന് മാത്രമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. യാക്കോബ സഭ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാനിപ്പോൾ മറ്റു സഭകൾ കുറ്റം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ ധരിക്കരുത്.
ഞങ്ങളുടെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വിശ്വാസം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതെന്ന അപേക്ഷയുണ്ട്. പിന്നെ മറ്റൊന്ന്, മാതാവിൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടു എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. അങ്ങനെ തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി, സ്വർഗാരോപണം ചെയ്തു. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒരിക്കലുമില്ല. തേജസ്കരണം എല്ലാവർക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ ലഭിക്കൂ. കർത്താവ് അമലോത്ഭവയാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, മാതാവ് അമലോത്ഭവയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാതാവിൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട് മാതാവിൻ്റെ ശരീരവും ആത്മാവും അല്ലെങ്കിൽ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ മാതാവ് അമലോത്ഭവയാണെന്ന് വിശ്വസിക്കുന്നില്ല. മാലാഖ എന്ന് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവളിൽ ആവസിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവളെ ജന്മഭാവത്തിൽ നിന്നും, ജന്മഭാവം വെച്ചാൽ ആദാമ്യഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്ന് അവൾക്ക് മകനം നൽകി. അപ്പോഴേ അവൾ വിശുദ്ധയായുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാവിന് മരണശേഷം പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവിടെ ശരീരം കണ്ടില്ല, അടക്കിയ സ്ഥലത്ത്. മാലാഖമാർ വന്ന് അവിടെ ശരീരം എടുത്ത് ഏതെൻ്റെ പ്രതീസയിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം പറുദീസയുണ്ടോ, പാതാളമുണ്ടോ, പറുദീസയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി തരാൻ പറ്റില്ല. അതൊക്കെ ഒരു അനുഭവമായിട്ട് കണ്ടാൽ മതി. അപ്പം മാതാവിന് ഇപ്പോൾ തന്നെ തേജസ്കരണം കിട്ടിയിട്ടില്ല, രണ്ടാമത്തെ വരവിലേ കിട്ടുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ വിശ്വാസം. മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് പറഞ്ഞാൽ പാതാളത്തിലുള്ളവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മരണശേഷം അവൻ്റെ ആത്മാവ് ചെന്ന് 1 പത്രോസ് 3:18 വായിക്കുമ്പോഴും 4:6 വേറെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എന്ന പാതാളത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് സുവിശേഷം അറിയിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ക്ഷമിക്കപ്പെട്ടു. അത് മേൽത്തട്ടിലും കീഴ്ത്തട്ടിലും ഒക്കെ പറഞ്ഞു. ആദാം അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അയ്യോ, എൻ്റെ അപ്പൻ്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ശബ്ദമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഓടി വന്നു പറയും. പിതാവിൻ്റെ എന്ന് പറയുന്നത്, അപ്പൻ നമ്മൾ പറയുന്നത് പിതാവിൻ്റെ ശബ്ദമാണല്ലോ പുത്രൻ, അതുകൊണ്ട് പറയുന്നു. വിശ്വസിച്ചവരെല്ലാം, എല്ലാവരും വിശ്വസിച്ച് കാണുമെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അവരെല്ലാം ഏതിൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന അബ്രാഹാമിൻ്റെ മടി. മറ്റു പാതാള പ്രതീക്ഷ, ഇത് ഏതിൻ്റെ പ്രതീക്ഷ. അതാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ അർത്ഥത്തിലാണ്. നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം പിന്നെ പാതാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാതാളത്തിൽ അങ്ങോട്ട് കിടന്നാൽ പിന്നെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ആത്മാവ് അങ്ങോട്ട് പ്രവേശിച്ചാൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. ആ പാതാളത്തിൻ്റെ ബന്ധനങ്ങളെ കർത്താവ് തകർത്തു, അവനകത്ത് പ്രവേശിച്ചു. അവൻ അധികാരമുണ്ടല്ലോ. അതുപോലെ പൂട്ടപ്പെട്ടിരുന്ന ഏതിൻ്റെ പ്രതീസായി കർത്താവ് തുറന്നു വലതുഭാഗത്തെ കള്ളനെ. ആ കള്ളനോടൊപ്പം ഈ പാതാള പ്രതീസയിലെയും പാതാള കീഴ്ത്തട്ടിലെയും ആത്മാക്കളെ വിശ്വസിച്ചവരെല്ലാവരും വിശ്വസിച്ച് കാണുമെന്ന് പറയുന്നു. അവരൊക്കെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവരിപ്പോൾ പറുദീസയിലാണ്. അപ്പോൾ ഇനിയുള്ളവർക്ക് ആ ചാൻസ് കിട്ടില്ല. കാരണം യേശുവിൽ കൂടി മാത്രമാണ് രക്ഷ എന്ന് അവരെ മനസ്സിലാക്കണമല്ല. അവർക്ക് യേശുവിൽ കൂടിയുള്ള രക്ഷ എന്നുള്ള പ്രസംഗം അവർ കേട്ടിട്ടില്ല, സുവിശേഷം കേട്ടിട്ടില്ല. അവരുടെ സുവിശേഷം കേൾക്കാത്തവർക്കും ചാൻസ് കൊടുത്തു. ഇനി നമുക്ക് ആ ചാൻസ് വേറെ കിട്ടില്ല. നമ്മുടെ മരിച്ച ശേഷം നമ്മുടെ അടുത്തൊന്നും ആരും സുവിശേഷം പറയാനില്ല. അതിനൊന്നിപ്പോൾ മോശയും പ്രവാചകന്മാരും കർത്താവൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ട് ഇവിടെ ജീവിച്ച് മനസാന്തരത്തിൽ വന്നൊക്കെ ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാതാള നരകം ഒന്നല്ല. നരകം എന്നൊരു വാക്ക് എവിടെയാണ്?
സങ്കീർത്തനങ്ങൾ 16:10 നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. അവിടെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്നാണ് സങ്കീർത്തനങ്ങൾ 16:10 പറയുന്നു. ലൂക്കോസ് 4:9 കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരികയില്ലയോ. ഭൂമിയുടെ അധോഭാഗമാണ് ഈ പാതാളം എന്ന് പറയുന്നത്. അവിടെ നരകം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വെളിപാട് 1:18 പറയുന്നത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം എൻ്റെ കയ്യിലല്ലേ. മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. പാതാളത്തിൽ ബന്ധനങ്ങൾ തകർത്ത് അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് പറ്റും. മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് പറ്റും. ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ 2:2 പറയുന്നു, ഞാൻ പാതാളത്തിൻ്റെ വായിൽ നിന്ന് അയ്യം വിളിച്ചു. ഇവിടെയൊന്നും നരകമൊന്നും ആക്കില്ല. പാതാളത്തിന് മാറ്റം നരകമല്ല, ഒരിക്കലുമല്ല. സങ്കീർത്തനങ്ങൾ 7:17 പിന്നെ പറയുന്നുണ്ട്. 7:17 ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ഉണ്ടോ അവിടെ പാതാളം എന്ന് പറയുന്നത്? നരകം എന്ന് പറയുന്നില്ല. അവിടെ പാതാളവും നരകവും ഒന്നല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരം പറഞ്ഞു. നരകവും സ്വർഗവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം മാത്രം ലഭിക്കുന്ന അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അനുഭൂതികളാണ്, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളാണ്. നരകത്തിൽ എന്ത് സൗഭാഗ്യത്തിനോട് ചോദിക്കണ്ട. നരകത്തിൽ ചെന്നാൽ പിന്നെ ദൈവത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വലിയ അന്തരീക്ഷം. അവിടെ കെടാത്ത ഈ ചാകാത്ത മുഴുവതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ നമുക്ക് സാധ്യമല്ല. കർത്താവ് പറഞ്ഞ് കെടാത്ത തീയും ചാകാത്ത പുഴുവെന്നൊക്കെ പറയുമ്പോൾ ചാകാത്ത പുഴുവതിന് ശേഷം അങ്ങനെ ഒരു പുഴുവിനെ ദൈവത്തിന് സൃഷ്ടിക്കാൻ പാടില്ലേ. ഏതായാലും അവിടെ കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ശപിക്കപ്പെട്ടവരെ നിങ്ങൾ സാത്താനും അവൻ്റെ സൈന്യങ്ങളൊക്കെ പോയി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് 24 അടുത്താണ്, 24 അധ്യായത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. പാതാളവും നരകവും ഒന്നല്ല. അങ്ങനെ യാക്കോബായ സഭ പഠിപ്പിക്കുന്നില്ല. നരകവും സ്വർഗവുമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം സംഭവിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.